ഋഷീശ്വരന്മാരിൽ ആചാര്യന്മാരിൽ ഒരു ആചാര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു പഞ്ചശുദ്ധി എന്നെ പഠിപ്പിച്ചു. അതിനുശേഷം എനിക്ക് ഗുരുദേവനെ വല്ലാത്ത ഇഷ്ടമാണ്. കാരണം ഒന്നാമത് അദ്ദേഹം ജീവകാരുണ്യ പഞ്ചകം എന്നുള്ളൊരു കൃതി എഴുതി പറഞ്ഞു, കൊല്ലാവ്രതം ഉത്തമമാം അതിലും ശവം വ്രതമത്രേ അത്യുത്തമം. അപ്പോൾ ഒരു ജീവിയെയും ഉപദ്രവിക്കരുത്, ശവം തിന്നരുത്, മത്സ്യമാംസാദികൾ കഴിക്കരുത് എന്ന് ഒരു കൃതി എഴുതി വെച്ച് ശങ്കരാചാര്യ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചു നമ്മളെ. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ അറിയാം, നമ്മുടെ ശരീരം അസിഡിറ്റിയാണ്. ആൽക്കലിയുള്ള സിംഹത്തിനും ആൽക്കലിയുള്ള പുലിക്കുമാണ് അവരാണ് ശവന്തീനികൾ, കഴുകനാണ് ശവന്തീനികൾ. അപ്പോൾ മനുഷ്യൻ ശവന്തീനി കുഴിമന്തികൾ തിന്ന് ശവന്തീനി ആകരുത്, ശവക്കറികൾ കഴിക്കരുത്. ഇത് പറയാൻ അവതരിച്ച അവതാരത്തിൻ്റെ പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഞാനിത് കഴിക്കൂല, അതുകൊണ്ട് ഗുരുദേവൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ രണ്ടാമത് ഗുരുദേവൻ പറഞ്ഞു, കരിമരുന്നും ആർഭാടവും ഉത്സവങ്ങളിൽ ഒഴിവാക്കണമെന്ന്. ദിവസേന ആന 2-3 ആൾക്കാരെ ചവിട്ടിക്കൊല്ലുമെന്ന്. ആനയുടെ പേരിലും കേസില്ല, ഇൻഷുറൻസും ഇല്ല, കാശും കിട്ടൂല. ആനയുടെ ഓണറുടെ പേരിലും ഇതില്ല. വെടിക്കെട്ട് ദുരന്തം കേരളത്തിൽ സാധാരണമായിരിക്കുകയാണ്. ഓരോ ക്ഷേത്രങ്ങളിലെ ആർഭാടം കണ്ടു കഴിഞ്ഞാൽ അത്യത്ഭുതം തോന്നും നമുക്ക്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവ പാത നാം ഉപേക്ഷിച്ചു. ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. 1 കിലോമീറ്ററിനുള്ളിൽ, ഓരോ കിലോമീറ്ററിനുള്ളിലും ഈ ഹലാൽ ചിക്കൻ, ഈ ശവം മന്തിയാക്കിയിട്ട് കുഴി മാന്താൻ വേണ്ടി ഓരോ ശവക്കറികൾ തിന്നുന്നു. ഗുരുദേവ പാതയിൽ നിന്നും നാം വ്യതിചലിക്കുന്നു. മദ്യവും മയക്കുമരുന്നും ഒഴിവാക്കണം, പുകയില ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കണമെന്ന് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചില്ലേ? ആ പാത വിട്ടു പോകുന്നത് കൊണ്ടാണ് അമ്മയെപ്പോലും കൊല്ലുന്ന മക്കൾ, അച്ഛനെപ്പോലും കൊല്ലുന്ന മക്കൾ 5 പേരെയാണ് ടാങ് അടിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവ പാത ഉപേക്ഷിക്കുന്നതല്ലേ ഇതിന് കാരണം? ഇനി വ്യവസായം കൊണ്ട് വിശുദ്ധിയിലേക്ക് ഉയരണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. ഞാൻ ആ പാത സ്വീകരിച്ചു. ഞാൻ എറണാകുളത്ത് ബിസിനസ് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ